ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ചൊരു ബിസി ഡേ ആണ് കേട്ടോ. അതായത് പുറത്ത് പോകേണ്ട ആവശ്യങ്ങൾ കുറച്ചധികം ഉണ്ട്. അപ്പം ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. പ്ലസ് റമദാൻ സീരീസും കൂടി ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ബിസി ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ മാറ്റി സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്ക് പോകാൻ മടിയുള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാനും അവളും കൂടെ ഇപ്പോൾ പോവും. നമുക്ക് ബാങ്കിലും അതേപോലെ എൻ്റെ ക്ലാസ്സിലും അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, ഞാൻ ഇങ്ങനെ കുറേ ആയിട്ട് വിചാരിക്കുന്നു എഗ് പബ്സ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഷീറ്റും കാര്യങ്ങളും ഒക്കെ വാങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് ഇപ്പോൾ പുറത്ത് പോകുന്നത്. അപ്പം ഇൻഷാ അള്ളാ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. പാമ്പ് പാമ്പ് പേടിക്കണ്ട, പാമ്പല്ല പാമ്പ്. ഇത് കണ്ട് ഞെട്ടിപ്പോയി. നിന്റെ തലയില്ലാലോ കരുവോ, തല വെട്ടിപ്പോയി. ആര് അതോക്കടി തൊലി കിടക്കുന്ന നോക്കും. രണ്ടെണ്ണം ഉണ്ടീനോ, ഒന്നേരിക്കും. ആ പൂവെന്തായാലും ശാലുവിൻ്റെ കിളി പോയി. പേടിയില്ലാത്തൊരു ജീവി പാമ്പുള്ളൂ. എനിക്ക് പേടിയുള്ളത് പാമ്പും പട്ടിയാണ്. എൻ്റെ അമ്മ എൻ്റെ കാറ്റിപ്പോൾ പോയേനു. ശരിക്കും പറഞ്ഞാൽ കാറ്റിപ്പോൾ പോയേനു. പാമ്പിനെ പേടിക്കില്ല ഞാൻ. എൻ്റെ അമ്മ, ഞങ്ങളിവിടെ പാമ്പിനെ കണ്ട കഥ പറച്ചിലിൽ തന്നെയാണ് കേട്ടോ. അത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതന്നെയില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനെ. ഞങ്ങൾ ആ കഥയും പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ പോവാണ്. അങ്ങനെ പിന്നെ ബാങ്കിലൊക്കെ എത്തി. ബാങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഞാനങ്ങനെ വീട്ടിലെത്തി. ഇപ്പം എത്തിയിട്ടാണല്ലോ കേട്ടോ. ഇപ്പം 5-10 മിനിറ്റായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തൊക്കെ അപാര വെയിലായതുകൊണ്ട് ആകെ നെട്ട തിരിഞ്ഞിട്ടാണുള്ളത്. ഇനിയിപ്പം ഇഫ്താറിനേക്കുള്ള നോമ്പ് തുറക്കുമ്പോഴത്തിനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ വിചാരിച്ച മുട്ട ബജിയും അതേപോലെ കിളിട്ടപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ വേഗം പണിയും കഴിയും. അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ചെറുകടി. പിന്നെ അല്ലാണ്ട് ചിലപ്പം ചോറായിരിക്കണം, അങ്ങനെയായിരിക്കും. നോക്കട്ടെ, എന്തായാലും ചെറുകടി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം കുറച്ചും കൂടി ഇനിയും സമയമുണ്ടല്ലോ. അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസും അടിച്ച് വെക്കണം. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി. നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം ചെറുകായ ഉണ്ട്, അതിപ്പോൾ ഇപ്പോൾ കൊണ്ടുത്തന്നതായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കിളിട്ടപ്പം ഉണ്ടാക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പം മുട്ട ബജി ഉണ്ടാക്കണം. ഇപ്പം മുട്ട പുഴുങ്ങാനും ഇടണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഈ കിളിട്ടപ്പത്തിൻ്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ അപ്പുറത്ത് മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് എഗ്ഗ് വെച്ചിട്ട് കടി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള ആ മുട്ടയും കൂടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലല്ലേ അപ്പത്തേക്കെല്ലാം കൂടെ ആവുള്ളൂ. എനിക്കിതൊന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ആ സമയം കൊണ്ടിവിടെ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഇതിലാവശ്യമുള്ള മൈദപ്പൊടിയും പഞ്ചസാരയും അധികമൊന്നും വേണ്ട. നമുക്ക് കുറച്ച് 2-3 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ 3 പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു സാധനം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. എന്താ പറയുക, ഭയങ്കര ഉപകാരമായിരിക്കും. റംസാനൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഉപകാരമുണ്ട് ഈ ഒരു സാധനം കൊണ്ട് കേട്ടോ. വേണമെന്നുള്ളവരെന്തായാലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പെട്ടെന്ന് പണി തീരും. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താക്കാം, പഞ്ചസാരയും കൊടുക്കും. പഴത്തിന് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് പിന്നെ അധികം പഞ്ചസാര വേണ്ടി വരില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ട കിടന്ന് തിളക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ആവശ്യത്തിനുള്ള മൈദ എടുക്കാം. ഇത് നേരത്തെ അരിച്ച് വെച്ച മൈദ കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ എന്താ പറയുക ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് അരിച്ച് വെച്ച മൈദയാണ് കേട്ടോ, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴം കുറഞ്ഞു പോയാൽ പഴം തീരെ കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ വേണമെങ്കിൽ ഇടാതെ. അപ്പം നമുക്ക് എന്താക്കാം, ഈ ഒരു പഴം കൂടെ പൊളിച്ചിടാം. അല്ലാതെ പഴം തീരെ കുറഞ്ഞു പോയി.
വീട്ടിലൊക്കെ ഈ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ എപ്പോൾ ഉണ്ടാക്കുക, അതായത് അസ നിസ്കരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുന്നേ തുടങ്ങും പരിപാടി കാര്യങ്ങളൊക്കെ. ഞങ്ങൾ സാധാരണ ഞാനിപ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മളവിടെ അധികം ആളൊന്നുമില്ല, 2 ആളേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ പള്ളി നോമ്പ് വന്നിട്ട് വരും, ഇപ്പോൾ ഞാനും അമ്മയും തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ അധികം ഐറ്റംസ് ഉണ്ടാക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ഉണ്ടാക്കുന്നല്ലാണ്ട് ഉണ്ടാക്കാറില്ല. കുറച്ചും കൂടെ മൈദ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിത് അത് വെച്ചിട്ടൊന്നും കൂടെ കൊടുക്കും. കാരണം ഞാൻ ഈ മൈദ പഴം രണ്ടാമത് ഇട്ടുകൊണ്ട് തന്നെ എന്താ പറയുക, ചെറിയ ചെറിയ ഈ കഷ്ണം പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കൊടുക്കണമെങ്കിൽ ഈ സ്മാഷ് ചെയ്യുന്ന സംഭവം തന്നെ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം അതുകൊണ്ട് ഒന്നും കൂടി ഇതാക്കുന്നതായിരിക്കും. കണ്ടോ, ഇതിലാവുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉടച്ചെടുക്കാൻ ഭയങ്കര സുഖമാണ്. ശരിക്കും നമുക്ക് നോമ്പിലേക്കാണ് ഈ ഒരു ഐറ്റം ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കണം. മീഷോയിൽ എനിക്കിതും അങ്ങനെ 3-4 ഐറ്റംസ്, ഇങ്ങനെ അരിപ്പ അങ്ങനത്തെ 3-4 ഐറ്റംസ് എനിക്ക് ഓഫർ റേറ്റിന് കിട്ടിയതാണ് കേട്ടോ. അതിപ്പോൾ അല്ല, കഴിഞ്ഞ റമദാൻ ഞാൻ വാങ്ങിയതാണ്. ഇപ്പോഴും ഇതാ നല്ലോണം, അതായത് ഒന്നും പറ്റിയിട്ടില്ല, ഇനി നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇത്ര വലിയ പാത്രം നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇന്നങ്ങ് മാറ്റി വയ്ക്കും. മുട്ട ഏതാണ്ട് വെന്തൊക്കെ തോന്നി. ഇനിയിപ്പം മുട്ടേൻ്റെ മസാല കൂടെ ആക്കിയിട്ട് ബാക്കി പരിപാടി നോക്കാം. ഇവിടെ മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്, ആ ഒരു രീതിക്കാനുള്ളത്. ഓക്കെ, നമുക്കിതാ മുട്ട ബജിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതേപോലെ മുട്ട ഇതാ ഇവിടെ പുഴുങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം പൈനാപ്പിൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു പൈനാപ്പിളിനെ ഞാൻ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. പൈനാപ്പിൾ ജ്യൂസ് അടിക്കാം. പിന്നെ പപ്പായ ഉണ്ട്, പപ്പായ നമുക്ക് മുറിച്ചിടാം. ആദ്യം ഒന്ന് ഇവിടെ സെറ്റായിട്ടിരിക്കട്ടെ. ഇനിയിപ്പം ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് അടിക്കാം. കാരണം ഇപ്പം വത്തക്കൊക്കെ കണ്ട് നിങ്ങൾക്കും മടുത്തൊക്കെ ഉണ്ടാവും, കുടിച്ച് ഞങ്ങൾക്കും മടുത്ത്. അപ്പോൾ പിന്നെ ഈ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. ഉള്ള സ്ഥിതിക്ക് എന്തായാലും ജ്യൂസ് അടിക്കാം. കത്തിക്ക് ഭയങ്കര മൂർച്ചയാണ്, അതുകൊണ്ട് തന്നെ ഒന്നും എടിയിട്ട് മുറിയുന്നില്ല. ഒരു ഇറച്ചി വെട്ടുന്ന ഫീൽ ഉണ്ടാവില്ല ഞങ്ങൾക്ക് പൈനാപ്പിളിനെ മുറിക്കുമ്പോൾ. പക്ഷെ കത്തിയുടെ മൂർച്ച കാരണമാണ് ഗൈസ്. കത്തിക്കേണ്ടതല്ല, ഭയങ്കര മൂർച്ച. അതിപ്പോൾ മൂർച്ചാക്കാൻ എനിക്കറിയില്ല. സോ നമ്മൾ ഉള്ള മൂർച്ച വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കുക, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇനിയിപ്പം ഇത് ജ്യൂസ് അടിച്ച് വെച്ചിട്ട് വേണം കടികൾ ഉണ്ടാക്കാൻ. അത് പിന്നെ വേഗം കഴിയും. കടീൻ്റെ ബാറ്ററൊക്കെ ഞാനിത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എന്താക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. എന്തായാലും നിങ്ങൾ കാണുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. കുറേ ആൾക്കാർ എന്താ പറയുക, കുറേ അല്ല എങ്കിലും കുറച്ച് ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും ഒന്ന് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ നോമ്പർ വിശേഷങ്ങളൊക്കെ കമൻസ് കൂടെ അറിയിക്കുക കേട്ടോ. ഞങ്ങൾക്കും എനിക്കും കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കേസ് കത്തിക്ക് തീരെ മൂർച്ചയില്ല. കത്തിനെ വലിച്ചെറിയേണ്ട സമയം കഴിക്കും. കയ്യെല്ലാം വേദന എടുത്തു പോയി കത്തീനെ മൂർച്ച കാരണം. കൈയൊക്കെ ഇപ്പം ഒരു വഴിക്കാൻ. ഞാൻ ഈ പൈനാപ്പിൾ മുറിക്കുന്നത് എന്തുമല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കല്ലോ. ഇവിടെ ജസ്റ്റ് ഒരു പല കഷ്ണം മാത്രമല്ല നിങ്ങൾ കാണുന്നുള്ളൂ. ഇതാണ് നമ്മൾ പഴയതല്ല പണ്ടത്തെ അടിച്ചൂറ്റിയില്ലേ, അതായത് അടിച്ചൂറ്റി തന്നെയല്ല പറയുക. ഞാൻ കാണിച്ചാൽ ഇതെന്താ ശരിക്കും പറയാനറിയില്ല. കട്ടിംഗ് ബോർഡ് കാണാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു അടിച്ചൂറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ എങ്കിൽ അതുകൊണ്ട് വെച്ച് മുറിക്കാൻ നല്ല സുഖമുണ്ട്. ഇനിയിപ്പം എന്നും എൻ്റെ കട്ടിംഗ് ബോർഡ് ഈ ഒരു അടിച്ചൂറ്റി ആയിരിക്കും ഗൈസ്. നമ്മളിപ്പോൾ ഈ ഒരു അടിച്ചൂറ്റി ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ, ഇതൊക്കെ ഏതോ കാലത്തുള്ളതാണ്. പക്ഷേങ്കിൽ ഇവിടെ പുരാതന വസ്തുക്കൾ സൂക്ഷിക്കുന്നൊരു പുര ആയതുകൊണ്ട് ഒരുവിധം എല്ലാ പുരാതന വസ്തുക്കളും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ ഈ വേസ്റ്റൊക്കെ ആദ്യയിലേക്ക് മാറ്റിക്കിട്ടുന്നെങ്കിൽ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇടാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്നും ഇതിലേക്ക് വാടിയിടട്ടെ.
എന്നാൽ പിന്നെ ഇവിടുത്തെ കാര്യം നോക്കണ്ടല്ലോ. കട്ട് ചെയ്യാം, ജ്യൂസ് അടിക്കാം. ചിലപ്പോൾ ഇന്ന് ഒരു ജ്യൂസും കൂടെ അടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഉമ്മ വരുമ്പം മാങ്ങ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പച്ചമാങ്ങ ജ്യൂസ് അടിച്ചാൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉമ്മ വരുമ്പോൾ പച്ചമാങ്ങ കൊണ്ടുവരും. അപ്പം അതും കൂടെ ജ്യൂസ് അടിക്കും. ഇപ്പം ഞാൻ തൽക്കാലം ഇത് ജ്യൂസ് അടിച്ചു നോക്കട്ടെ. ഒക്കെ തെറിച്ച് പോകണം ഗൈസ്. കമോൺ. കഴിഞ്ഞ് ഇനിയിപ്പം പാത്രങ്ങൾ കഴുകണം. അതായത് ജ്യൂസ് അടിച്ച് ഇനി സ്നാക്സിനുള്ള സംഭവങ്ങൾ സെറ്റാക്കി ഇനിയിപ്പം മെയിൻ പരിപാടി ഈ പാത്രങ്ങൾ കഴുകി എടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കടികൾ ഉണ്ടാക്കി തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പാത്രം കഴുകി വെക്കലാണ് ഇപ്പോഴത്തെ ടാസ്ക്. നമുക്ക് കടി ചുട്ട് തുടങ്ങാമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കടി ചുടട്ടെ കേട്ടോ. സമയം ഏതാണ്ടൊക്കെ കുറേ ആയി. ഇനിയിപ്പോൾ എന്തായാലും അധികം നേരം നിൽക്കാല്ല. ഇതൊക്കെ ഞാൻ മീഷോ ആണ് കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഒരു നോക്കിയാലും മതി. ഇതിൻ്റെയൊക്കെ ഒരു കുറേ സാധനത്തിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഫസ്റ്റത്തെ ഷോർട്സൊക്കെ എടുത്ത് നോക്കണം. അതിനകത്ത് ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഓയിൽ ബോട്ടിൽ, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഓയിൽ ഡിസ്പെൻസർ വാങ്ങിയിട്ട് ഞാൻ കുടുങ്ങിപ്പോയിക്കൊണ്ടിരുന്നു നോക്കാം. എന്താ വെച്ചാൽ ഞങ്ങളത് കല്ലുമ്മലിങ്ങനെ തേച്ചിക്കാണല്ലോ, അന്നേരത്തേക്ക് ഉരുകിപ്പോയി. അപ്പാട് ഉരുകിപ്പോയി, ഒന്നിനും പറ്റാണ്ട് ആ ഒരു കുളത്തിലായിരുന്നല്ലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം അത്രക്ക് മോശം ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. വെറുതെ പൈസയും പോയി. 200 സംതിങ് എന്തോ ആയിരുന്നു അതിന്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല അതിനും കൊണ്ട്. ഇനിയിപ്പോൾ ഈ എണ്ണ ചൂടായിട്ട് നമുക്ക് എന്താക്കാം, ആദ്യം പഴം പൊരിച്ചെടുക്കാം. പഴമല്ല, കിളിട്ടപ്പം. അത് കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പം മുട്ട ബജി ഉണ്ടാക്കേണ്ട പണിയാണല്ലോ, അത് വേഗം കഴിയും. പിന്നെ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഉമ്മ വരുമ്പോൾ, ഉമ്മ ഇപ്പോൾ വരാനായി, ഇപ്പോൾ കൂട്ടാൻ പോയിട്ടുണ്ട്. ഉമ്മ വരുമ്പം പച്ചമാങ്ങ ജ്യൂസ് അടിക്കാം. അതും കൂടെയൊക്കെ തിന്നാം. ഏതാണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താക്കട്ടെ, ഇതിൽ ഇട്ട് നോക്കാം. ചൂടായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലർ ഈ ഒരു സാധനം കൈ കൊണ്ട് ഇടും കേട്ടോ. പക്ഷെ എനിക്ക് കൈ കൊണ്ടിടാൻ പേടിയാണ്. അവിടെ ഞാൻ കൈ കൊണ്ട് ഇടലില്ല. ഞാനിങ്ങനെ സ്പൂണിൽ കോഴി ഇടലാണ് സാധാരണ എന്നല്ല, ഇന്നും അങ്ങനെ തന്നെ. അല്ലാണ്ട് കൈ കൊണ്ടൊക്കെ ഇടാൻ എനിക്ക് പേടിയാണ്. അത്രക്കൊന്നും ഞാൻ എക്സ്പേർട്ട് അല്ല. എനിക്ക് ഇങ്ങനെ ഇടാനാണ് ഇഷ്ടമല്ല, പേടി കൊണ്ടാണ് കേട്ടോ സംഭവം. എൻ്റെ അമ്മയും ഉമ്മയൊക്കെ ആകുന്നുണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇടുന്നത്. ഒരു പെട്ടെന്ന് ആവുകയും ചെയ്യും. പിന്നെ കുഞ്ഞി കായപ്പായിരിക്കും. കായപ്പം, കിളിട്ടപ്പം അങ്ങനെയൊക്കെ പറയാം. പക്ഷേങ്കിൽ നമ്മൾ സ്പൂണും കൊണ്ട് ഇടുമ്പോൾ ലേശം ഒരു വലിപ്പൊക്കെ ഉണ്ടാവും. എന്നാലും ടേസ്റ്റ് വൈസ് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമ്മളെങ്ങനെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പം പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ്. പേടിയില്ലാത്തവർക്ക് കൈ കൊണ്ടിടാം, പേടിയുള്ളവർക്ക് ഇങ്ങനെ ഇടാം. എന്തായാലും ഞാൻ ഇങ്ങനെയായിട്ടുണ്ട്. ഭയങ്കര ചൂട്. ഞാൻ ടൗണിൽ പോയിട്ടൊരു ചൂടും കൊണ്ടാകുമോ എന്നൊക്കെ കുറേ നേരം ബാങ്കിൽ പോസ്റ്റായി. അതേപോലെ ക്ലാസ്സിലുള്ളടത്ത് പോയിട്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പോയി. അതുപോലെ ക്ലാസ് ഉണ്ടായിട്ടാന്ന് വിചാരിക്കുക. പക്ഷെ ബാങ്കിൽ കുറേ നേരം പോസ്റ്റായി. കുറേ നേരം പറഞ്ഞാൽ ഒരു 2 മണിക്കൂറോളം 2-2.5 മണിക്കൂറോളം ബാങ്കിൽ പോസ്റ്റായിട്ട്. ഇത് വേഗം ആവും. അതുകൊണ്ട് കടി ഉണ്ടാക്കാൻ ഭയങ്കര സുഖമാണ് ഗൈസ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. കുറച്ച് നേരം ഇങ്ങനെ അടുപ്പത്തൊക്കെ ഇരിക്കേണ്ടി വരും, എന്നാലും പ്രശ്നമില്ല. കേട്ടോ നമ്മുടെ കടി ഇവിടെ സൂപ്പറായിട്ട് റെഡിയാവുന്നുണ്ട്. അങ്ങനെ കടിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ കിള്ളിട്ടപ്പം മാത്രം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ സമയത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല പെരും മഴയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം നല്ല മഴയും ഭയങ്കര ചൂടൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഒന്ന് തണുത്ത പോലെ ഉണ്ടായി. പക്ഷേ എങ്കിൽ ആ മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ചൂടായി. പിന്നെ ഇതാ ഞാനിപ്പം മുട്ട ബജിക്കുള്ള മുട്ട തോല് പൊളിച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. ഒന്നും കൂടെ പിന്നെ മുട്ട വേവാനുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. ഒന്ന് അവിടെ ഇവിടെയൊക്കെ വേവാത്ത രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും എന്താ പറയുക, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിൻ്റെ മഞ്ഞയൊക്കെ കുറച്ചായിരുന്നു ഒന്ന് വേവ് കുറവുണ്ടായിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മുട്ട ബജിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പണി അങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേഗം മുട്ടയൊക്കെ മുറിച്ച് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ മുട്ട ബജീൻ്റെ ആ ഒരു മിക്സ് ഇതുണ്ടല്ലോ, കടലമാവിൻ്റെ ആ ഒരു മിക്സ് ബാറ്റർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ എന്തായാലും നമുക്ക് പക്കവട ഉണ്ടാക്കാമെന്ന്. അങ്ങനെ തക്കാളിയല്ല ഉള്ളിയും ചേക്ക് അരിഞ്ഞിട്ടിട്ട് ലാസ്റ്റ് ഒരു പക്കവട പോലെയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയാൻ. അപ്പം ഫ്രൂട്ട്സിൽ പപ്പായയും അതേപോലെ മുന്തിരിയും പിന്നെ പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. പൈനാപ്പിൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്നും ഫ്രൂട്ട്സ് അങ്ങനെ വാങ്ങലില്ല. അപ്പോൾ പൈനാപ്പിൾ ആയിരുന്നു. പിന്നെ കടികളിൽ ഇതാ ഈ ഒരു കിളിട്ടപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, മോക്കും ഇഷ്ടമാണ്. അങ്ങനെ അതിന് ശേഷം എന്താ മുട്ട ബജി ഉണ്ട്, പിന്നെ അതേപോലെ ഈ പക്കവടയുണ്ട്, പിന്നെ ചായ, അതേപോലെ മാംഗോ ജ്യൂസ്. സോറി ഗൈസ്, മാറിപ്പോയി, മാംഗോ ജ്യൂസ് അല്ല പൈനാപ്പിൾ ജ്യൂസ്. അപ്പം ഞാൻ ആദ്യം തന്നെ നോമ്പ് തുറന്നു, പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചിട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിന്നെ കുടിക്കാൻ നേരത്തെ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട ബജിയും എടുത്ത് കഴിച്ചു. മുട്ട ബജിയിൽ ആക്ച്വലി കുറച്ച് സ്പൈസ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും തോന്നി, പക്ഷേ സ്പൈസ് കുറവായിരുന്നു. എന്നാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനും അമ്മയും കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നത് കഴിക്കുകയാണ്. ഉപ്പ പിന്നെ ഇവിടെ പള്ളിയിൽ പോയിട്ടുണ്ട്. മോളിന്നില്ല, മോളിന്ന് നീറ്റാടിയാണ്, പറയലില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. നാളെ എനിക്കിപ്പം അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പം നാളെ ചിലപ്പോഴേ നാളെ മോള് വരുത്തുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് വരും, ഉറപ്പില്ല. അങ്ങനെ പിന്നെ കുറച്ച് കായ് അപ്പവും അതേപോലെ ഒരു മുട്ട ബജിയും പിന്നെ ഒരു ഗ്ലാസ് ചായ, ഒരു ഗ്ലാസ് വെള്ളം, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് കുടിച്ചിട്ടുള്ളത് അധികം. അപ്പം പള്ള ഓൾമോസ്റ്റ് നല്ല പോലെ ഫില്ലായിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ ഈ റമദാനിൽ അതേപോലെ ഒരു എന്താ പറയുക റമദാൻ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ചാനലിൽ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. എന്താ വെച്ചാൽ അധിക പേരൊന്നുമില്ല, എന്നാലും കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ ഞാൻ ഈ ഒരു റമദാനിന് ഒരു ഫുള്ളായിട്ടൊരു ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ പറ്റും പോലെ മാക്സിമം ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അവസാനം ഒരു കട്ട് ഫ്രൂട്ട്സും എടുത്ത് കഴിച്ചു, ഒരു പൈനാപ്പിളും എടുത്ത് കഴിച്ചു. ഇന്നത്തെ ഇനിയിപ്പം ഇതൊക്കെ തന്നെയാണുള്ളൂ. പിന്നെ വലിയ കടി എന്ന് പറയുന്നത് നമ്മൾ ചോറ് തന്നെയാണ് കേട്ടോ, വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണുള്ളൂ. അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് പോയി.